ഹായ് ഫ്രണ്ട്സ്, ഫോർ ഷൈനിങ് ഏഞ്ചൽസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചെടികളെ സ്നേഹിക്കുന്ന എല്ലാവരും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് ഈ ബിഗോണിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ബിഗോണിയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എങ്ങനെയാണ് ഈ ഒരു ബിഗോണിയ ചെടികളെ പരിപാലിക്കുന്നതെന്നും ഇത് ചട്ടി നിറഞ്ഞും വളരാനായിട്ട് ഞാനിവിടെ എന്തെല്ലാം വളമാണ് ഇട്ട് കൊടുക്കുന്നതെന്നും ഇത് ഇല പ്രൊപ്പഗേഷനൊക്കെ എങ്ങനെയാണ് നടത്തുന്നതെന്നും ഇതിൻ്റെ കംപ്ലീറ്റ് കെയറിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കേട്ടോ. ബിഗോണിയ ചെടികളിൽ പൂക്കൾ ഉണ്ടാകുന്നതിനേക്കാളും ഇതിനോടുള്ള ഇഷ്ടം എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ലീഫുകൾ തന്നെയാണ്. നല്ല നല്ല ലീഫും അതിൽ ഒരുപാട് ഡിസൈനൊക്കെ വരുന്ന ഇലകളാണ് ഇവയ്ക്കുള്ളത്. ലീഫ് ഡിസൈനാണ് എല്ലാവരെയും അട്രാക്റ്റീവ് ആക്കുന്നത്. ലീഫിൻ്റെ ഷേപ്പും അതിൻ്റെ ഭംഗിയും ഒക്കെ കാണാൻ വളരെ മനോഹരമാണ്. ഒരുപാട് കളർ കോമ്പിനേഷനോട് കൂടിയ ചെടികളാണ് ഈ ബിഗോണിയ. ബിഗോണിയാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീഫും അതിൻ്റെ പൂക്കളും നമ്മുടെയൊക്കെ ഗാർഡൻ ഏറ്റവും മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് പ്ലാന്റ്സുകളാണ് ഈ ബിഗോണിയ. അതുപോലെ തന്നെ ഈ ചെടിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരും ഉണ്ട് കേട്ടോ. ബിഗോണിയാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം അതിൻ്റെ ആ ലീഫും ആ കളർ കോമ്പിനേഷനോട് കൂടെയുള്ള ലീഫുകൾ, ഷേപ്പുകൾ, അതുപോലെ ഓരോ ലീഫിൻ്റെ ഷേപ്പുകളും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലീഫുകൾ വരുന്ന കാരണം തന്നെയാണ് എല്ലാവർക്കും ഈ ഒരു ചെടിയോടുള്ള ഇഷ്ടം കൂടുന്നത് തന്നെ. ചില ലീഫുകൾ നല്ല ഷൈനി ആയിരിക്കാം, ചില ലീഫുകൾ നല്ല കേളി പോലെ ആയിരിക്കാം. അങ്ങനെ പല വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ ബിഗോണിയ ചെടിയെ കാണാൻ പറ്റും. അതാണ് ഈ ബിഗോണിയാസിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഈ ബിഗോണിയ നോക്കിയാൽ തന്നെ അറിയാം ഒരുപോലെ ആയിരിക്കില്ല ഈ പ്ലാന്റുകളെല്ലാം. ഇപ്പോൾ ഇതുപോലെ ആയിരിക്കില്ല മറ്റേ പ്ലാന്റ്. അപ്പോൾ ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. പൂവിലും വ്യത്യാസമുണ്ട്, ലീഫിനും എല്ലാത്തിലും വ്യത്യാസങ്ങളുള്ള വളരെ മനോഹരമായിട്ടുള്ള ചെടികളാണ് ഈ ബിഗോണിയ. ബിഗോണിയ ചെടികൾക്ക് ഒരുപാട് സൺലൈറ്റ് വേണ്ട. ചെറിയ സൺലൈറ്റ് ഉള്ളിടത്താണ് നമ്മൾ ഈ ചെടി വെച്ച് വളർത്തേണ്ടത്. ചെറിയ സൺലൈറ്റ് അടിക്കണം കേട്ടോ, എന്നാലാണ് ഈ ചെടി നല്ല രീതിക്ക് വളർന്നു വരുള്ളൂ. ഒരുപാട് സൺലൈറ്റും വേണ്ട, ഷെയ്ഡുള്ള ഭാഗത്ത് ഇത് വെക്കുകയും ചെയ്യരുത്. ആ ഒരു രീതിക്ക് വേണം നമ്മൾ ഈ ഒരു ചെടി വെച്ച് വളർത്താനായിട്ട്. ഈ ചെടികളെ നമ്മൾ വളർത്തുമ്പോൾ എന്തായാലും ചെറിയ സൺലൈറ്റ് കൊള്ളിച്ച് വേണം നമ്മൾ ഇതിനെ വളർത്താനായിട്ട്. ഈ ഷെയ്ഡിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ വളർച്ച മുരടിച്ച് തന്നെ പോകും. അപ്പോൾ നമ്മളിത് നല്ലപോലെ ചട്ടി നിറഞ്ഞൊക്കെ വളരാനായിട്ട് ചെറുതായിട്ട് സൺലൈറ്റ് കൊണ്ടാലാണ് ഇതിനകത്ത് ഒരുപാട് തൈകൾ വരാനും ഇത് നല്ല ഹെൽത്തി ആയിട്ട് വളരാനൊക്കെ ചെറിയൊരു സൺലൈറ്റ് കൊള്ളുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഒരുപാട് ചൂടുള്ള വെയിലും പറ്റില്ല. ഒരുപാട് ചൂടടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫെല്ലാം കരിഞ്ഞു ഉണങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് വളർത്താനായിട്ട് ചെറിയൊരു വെയിൽ മാത്രം മതി കേട്ടോ. ഈ ബിഗോണിയ ചെടികളെല്ലാം തന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് വെയിലുള്ളിടത്ത് വെച്ച് വളർത്തരുത് എന്ന് പറയുന്നത് കേട്ടോ. ഈ ചെടികൾ ഇതുപോലെ ബുഷായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാസത്തിലൊരിക്കൽ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ഈ ഒരു പ്ലാന്റിന് കെമിക്കലായിട്ടുള്ള വളമൊന്നും കൊടുക്കേണ്ടതില്ല. പല പ്ലാന്റുകളും നശിച്ചു പോകുന്നത് തന്നെ നമ്മൾ കെമിക്കലായിട്ടുള്ള വളം ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റ് നശിച്ചു പോകാറുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും മാസത്തിലൊരിക്കൽ ഇട്ട് കൊടുത്താൽ തന്നെ ഈ പ്ലാന്റുകൾ നല്ല രീതിക്ക് തന്നെ വളർന്നു വന്നോളൂ. ഒരുപാട് വളമൊന്നും ആഗ്രഹിക്കാത്തൊരു ചെടിയാണ്. അപ്പോൾ നമ്മൾ വളർത്തുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ മാസത്തിലൊരിക്കൽ ഞാനിവിടെ ഈ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. നല്ല ഹെൽത്തി ആയിട്ട് വളർന്നോളും. ഒരുപാട് വളമൊന്നും ഈ ഒരു ചെടികൾക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ എന്തായാലും പോട്ടിൻ മിക്സായിട്ട് കുറച്ച് വളങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ മാസത്തിലൊരിക്കൽ നമ്മളിതാ ഇതുപോലെ ചാണകപ്പൊടി ഇട്ടും കൂടി കൊടുത്തിട്ട് ചുമ്മാ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി മണ്ണ്. ഒരുപാട് ഇട്ട് ഇളക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൈകളൊക്കെ ഇളകി കഴിഞ്ഞാലും ഈ ചെടികൾക്ക് കേടാണ്. ചെറിയ രീതിയിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നല്ല പോലെ തന്നെ തൈകൾ പൊട്ടി മുളച്ച് ചട്ടി നിറഞ്ഞ് നല്ല ബുഷായിട്ട് തന്നെ വളർന്ന് നല്ല ഹെൽത്തി ആയിട്ട് ഇതിങ്ങ് വളർന്നു വന്നോളും. അപ്പോൾ ഇതിന് ഒരുപാട് വളം കൊടുക്കണ്ട. നമ്മൾ ചാണകപ്പൊടി മാത്രം മാസത്തിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മുട്ടയുടെ തോട് പൊടിച്ചതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ബിഗോണിയ ചെടികൾ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ആവും കേട്ടോ. ഇതിൻ്റെ ലീഫൊക്കെ ആദ്യം ഇങ്ങനെ മഞ്ഞ കളറിലായിട്ട് ഇതിൻ്റെ ഗ്ലേസിങ്ങും എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇത് ഉണങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിൽ വെക്കരുത് എന്ന് പറയണത് കേട്ടോ. ഇനി ഞാനിവിടെ ഈ ചെടിയുടെ ഇലകൾ കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് തൈകൾ ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫ് നോക്കി തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ച് നീളത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നോർമൽ മണലും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു സോയിലാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഈ ഒരു ചെടി കണ്ടില്ലേ, ഇത് ഞാൻ ഇല മണ്ണിൽ വെച്ച് കൊടുത്തിട്ട് അതിൽ നിന്നും തൈകൾ വന്നിരിക്കുന്നതാണ് കേട്ടോ.
ഇത് കണ്ടില്ലേ, ഒരു ഇലയിൽ നിന്നും നല്ല ബുഷായിട്ട് തന്നെ തൈകൾ വന്നിരിക്കുന്നതുണ്ടോ. നല്ല ഹെൽത്തി ആയിട്ടാണ് ഈ തൈകൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കാനായിട്ട് ഒരു ഇല മതി. അപ്പോൾ ലീഫ് പ്രൊപ്പഗേഷൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ ഒരു ഇലയിൽ നിന്നും തൈകളാക്കി മാറ്റിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ ലീഫ് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ആ കട്ട് ചെയ്ത ആ രീതി തന്നെ കട്ട് ചെയ്തിട്ട് വെക്കണം കേട്ടോ. അതിൻ്റെ ലീഫിൻ്റെ തണ്ട് നീണ്ടിരുന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരുപാട് തൈകൾ ഇതുപോലെ ബുഷായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കും. നമുക്കിത് വളർത്തണം എന്നുണ്ടെങ്കിൽ ഒരു ഇല മാത്രം മതി. പിന്നെ ഈ ചെടികൾക്ക് ഏതെങ്കിലും രീതിയിൽ ഫംഗൽ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സാഫ് എന്ന് പറയുന്ന ഒരു ഫംഗിസൈഡ് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അത് നമ്മളൊരു 2 മില്ലി എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ അങ്ങോട്ട് മാറിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഈ ബിഗോണിയാസ് എല്ലാം വളർന്നോളും. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ പ്ലാന്റ് നടാൻ വേണ്ടിയിട്ടുള്ള പോട്ടിൻ മിക്സ് ആണ്. അപ്പോൾ നമ്മൾ പോട്ടിൻ മിക്സ് തയ്യാറാക്കുമ്പോൾ നല്ല നീർവാഴ്ചയുള്ള മണ്ണ് തന്നെ തയ്യാറാക്കുക. അതിനായിട്ട് ഞാനിവിടെ ഒഴുക്കുമണൽ, ചാണകപ്പൊടി, ചകിരിച്ചോറ് ഇത്രയും ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ബിഗോണിയ ഞാനിവിടെ നടാറുള്ളത്. ഇപ്പോൾ നമുക്ക് ആറ്റുമണലൊക്കെ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒഴുക്കുമണൽ നമുക്ക് എല്ലാവർക്കും തന്നെ കിട്ടും. കാരണം മഴയൊക്കെ പെയ്തിട്ട് ഒഴുകി വരുന്ന ആ മേൽമണ്ണുണ്ടല്ലോ, അതിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റ് നടാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും ഈ ഒഴുക്കുമണൽ. അതുകൊണ്ടാണ് ഞാനിവിടെ അങ്ങനെയാണ് ചെടികളെല്ലാം നടാറ്. ഇപ്പോൾ ഈ ക്ലേ പോലത്തെ മണ്ണിലൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് നശിച്ചു പോകും. കാരണം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം അങ്ങോട്ട് വാർന്നു പോകത്തില്ല, ഇങ്ങനെ കെട്ടി തന്നെ കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് മണൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടി ആയ കാരണം നമ്മൾ കുറച്ച് ചകിരിച്ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഇത് പോട്ട് ചെയ്യാറ്. എന്നാലും നമുക്ക് ഇതിനകത്ത് ഒരുപാട് വെള്ളവും വേണ്ട കേട്ടോ, ചെറിയൊരു ഈർപ്പം മാത്രം മതി. പിന്നെ ഈ ബിഗോണിയ ചെടികളുടെ റൂട്ട് നല്ല രീതിയിൽ ഗ്രോത്ത് ആവണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ലൂസ് സോയിലാവണം നമ്മൾ തയ്യാറാക്കേണ്ടത്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പുകൂടി വരുത്തണം. അത് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഈ ചെടികൾ നല്ല രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റും. എന്നാലും നമ്മൾ ഈ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്ന കാരണം തന്നെ ചെറിയൊരു ഈർപ്പം അതിൽ നിലനിർത്തുകയും ചെയ്യും. പിന്നെ ഡ്രൈ ആയി പോകാനും പാടില്ല. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ചെടി വളർത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ. പിന്നെ ഈ പ്ലാന്റ്സിൻ്റെ ചില ലീഫുകൾ വലിയ ലീഫുകളായിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട്, ചെറിയ ലീഫുകളായിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വളർച്ചയ്ക്കും വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചില പ്ലാന്റ്സ് വലിയ രീതിയിൽ വളരുന്നു, ചില പ്ലാന്റ്സുകൾ ചെറിയ രീതിയിൽ വളരുന്നു എന്നൊന്നും വിചാരിക്കേണ്ട. അത് ഓരോ പ്ലാന്റ്സിനും ഓരോ രീതിയിലുള്ള വളർച്ചകളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാനിവിടെ ഈ ഒരു പ്ലാന്റ്സിനെ വളർത്തിയിട്ട് എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എല്ലാവരുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മടി കൂടാതെ ഒന്ന് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും തന്നെ മടി കാണിക്കണ്ട. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ഓക്കെ, ബൈ ബൈ, താങ്ക് യു.